ഹായ് ഗൈസ്, എന്നാ ഉണ്ട്? വെൽക്കം ടു അലമാര. 2024 ജനുവരി സെഷനിലേക്കുള്ള ഇഗ്നോയുടെ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. അഡ്മിഷൻസിന്റെ കംപ്ലീറ്റ് പ്രോസസ്സും തുടക്കം മുതൽ അവസാനം വരെ, നിങ്ങളുടെ അഡ്മിഷൻ കൺഫർമേഷൻ വരെയും അതിനുശേഷം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അലമാരയിൽ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യും. അതോടൊപ്പം തന്നെ അഡ്മിഷൻ അസിസ്റ്റൻസ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മേഖലയാണ് അഡ്മിഷൻ എടുത്ത് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാതെ ക്യാൻസലേഷൻ എന്ന പ്രോസസ്സ്. അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അഡ്മിഷൻ കൺഫർമേഷൻ ആകാനായിട്ട് നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ബേസിക് ഐഡിയ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വളരെ പെട്ടെന്ന് ഇഗ്നോയുടെ വെബ്സൈറ്റ് പോയി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യത്തെക്കുറിച്ചും വിശദമായിട്ട് നമ്മൾ ഇവിടെ സംസാരിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇഗ്നോയുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ പ്രോസസ്സാണ്. അതിന്റെ ഒരു മേഖലയിലും നിങ്ങൾ ഫിസിക്കലായിട്ട് നിങ്ങളുടെ ഒരു ഡോക്യുമെന്റും ഒരു സ്ഥാപനത്തിലും സബ്മിഷൻ ചെയ്യേണ്ട എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ ഉപകാരമാണ്. കാരണം വളരെ ദൂരത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഡോക്യുമെന്റും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ പ്രോസസ്സും ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ വരുമ്പോൾ നമുക്ക് താഴെ അഡ്മിഷൻ പോർട്ടൽ കാണാം. രണ്ട് തരത്തിലുള്ള അഡ്മിഷൻസ് ഉണ്ട്, ഡിസ്റ്റൻസ് ലേണിംഗും ഓൺലൈൻ അഡ്മിഷൻ. ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ടെക്സ്റ്റ് ബുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരു സെന്റർ അലോക്കേറ്റ് ചെയ്ത സെന്ററിലായിരിക്കും നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓൺലൈൻ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഓൺലൈനിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ ഏകദേശം 15% ഇളവ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൺലൈൻ അഡ്മിഷൻ ആണോ എങ്കിലും നമുക്ക് എക്സാംസ് സെന്ററിൽ തന്നെ പോയി എഴുതേണ്ടി വരും. നമുക്ക് ജനുവരി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒന്നാമത്തെ വർഷം, അതായത് ഇയർലി പ്രോഗ്രാമുകൾക്കൊക്കെ ഒന്നാമത്തെ വർഷത്തെ എക്സാം 2024 ഡിസംബറിൽ ഉണ്ടാകും. ആ ഒരു സമയത്താകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിമോട്ട്ലി നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ടും എക്സാംസ് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകൾക്ക് വിദേശ രാജ്യത്തൊക്കെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് എക്സാം ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് 200 രൂപയാണ് സാധാരണഗതിയിൽ എക്സാം ഫീസ് വരുന്നതെങ്കിൽ അവർക്ക് 1700 രൂപ എക്സാം ഫീസ് അടയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യമുണ്ട്. ബാക്കിയൊക്കെ എല്ലാം തന്നെ സെയിം ആണ്. പ്രത്യേകിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാല്യൂ ഉണ്ടോ? തീർച്ചയായിട്ടും രണ്ട് പ്രോഗ്രാമുകളും ഇഗ്നോ തന്നെ ഓഫർ ചെയ്യുന്നതാണ്. രണ്ടിനും UGC AICTC അപ്രൂവലുമുണ്ട്. UPSC, കേരള PSC തുടങ്ങി എല്ലാവിധ സ്റ്റേറ്റ് ഗവൺമെന്റ് പബ്ലിക് എക്സാംസും എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഒരു തർക്കവും ഉള്ള ഒരു കാര്യമല്ല അതില്. ഇഗ്നോയുടെ ഒരു കോഴ്സുകൾക്കും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ, വാലിഡിറ്റി ഉണ്ടോ എന്ന ചോദ്യം കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. കാരണം എല്ലാം തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ്. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് ഡിസ്റ്റന്റ് ആയിട്ട് നോർമൽ ആയിട്ട് ഒരു പ്രോഗ്രാം ആണ് നോക്കുന്നത്. ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം, പ്രോഗ്രാം ഗൈഡ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കും. പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, ഫീസ്, ഡ്യൂറേഷൻ തുടങ്ങിയവർക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു പ്രോസ്പെക്ടസ് 2024 ജനുവരിയിലേക്കുള്ളതാണ്. പക്ഷേ വലിയ പ്രോസ്പെക്ടസ് ആണ്. കുറെ അധികം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ അഡ്മിഷൻ ഡെസ്ക് അവൈലബിൾ ആണ്. നമ്മുടെ എക്സ്പോർട്ട് ഫാക്കൽറ്റീസ് മോർ ദാൻ 3000+ അഡ്മിഷൻസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2023 സെഷനിൽ മാത്രം 953 അഡ്മിഷൻസ് സക്സസ്ഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തു. അങ്ങനെയുള്ള അഡ്മിഷൻ പ്രോസസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ടീമുമായിട്ട് കണക്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള ഫീസ്, സ്ട്രക്ചർ, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ സമയത്ത് എക്സാംസ് ഉണ്ടാകും, എക്സാമിന്റെ ഫീസ് എത്രയായിരിക്കും, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം തുടങ്ങിയ കംപ്ലീറ്റ് ഇൻഫർമേഷനും നമ്മുടെ ഈ ഒരു പോർട്ടൽ വഴി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. വാട്സ്ആപ്പ് നമ്പർ ആണ്. ജസ്റ്റ് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, അഡ്മിഷൻ അസിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ടീം ഓൺലൈനിൽ ഉണ്ടാവും. റിയൽ ടൈമിൽ നിങ്ങൾക്ക് ഓഫീസ് അവേഴ്സിൽ നിങ്ങൾക്ക് അതിന്റെ മെസ്സേജുകൾ എക്സ്പെക്ട് ചെയ്യാം. കൃത്യമായ ക്ലാരിഫിക്കേഷൻസ് എടുക്കാം. ഏതൊരു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ന്യൂ രജിസ്ട്രേഷൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പുതിയ അഡ്മിഷൻ ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷന് നിങ്ങൾ കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡും മറന്നു പോകാതെ സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ അഡ്മിഷൻ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായി നോട്ട് ചെയ്ത് നിങ്ങൾ അത് ഇൻഫോർമേഷൻ, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, എത്ര വർഷത്തെ പ്രോഗ്രാം ആണോ അത്രയും വർഷം ഇത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ കൊടുത്തതിന് ശേഷം മുൻപോട്ട് പോവുക. അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ 8 സ്റ്റെപ്പ് അടങ്ങിയ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് കൊടുക്കേണ്ടത്. പേഴ്സണൽ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, നിങ്ങളുടെ ഫീസ് എക്സെപ്ഷൻ ആവശ്യമുണ്ടോ, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യുക.
കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പേരിൽ കൃത്യമായിട്ടുള്ള പേരും ഡീറ്റെയിൽസും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അച്ഛന്റെ പേരും അമ്മയുടെ പേരും ഒക്കെ കൃത്യമാണ് എന്ന് ചെക്ക് ചെയ്യുക. കോഴ്സ് പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നത്, ഏത് പ്രോഗ്രാമിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നത്? ബികോം പ്രോഗ്രാം ആണ്. അതിൽ തന്നെ ഓൺലൈൻ ബികോമും ഉണ്ട്, ഓഫ്ലൈൻ ബികോമും ഉണ്ട്. അതിൽ ഏത് പ്രോഗ്രാമാണ് എടുക്കുന്നത്, അതിൽ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ ഏതാണ്, ഇതെല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഈ ഒരു മേഖലയിലാണ്. ഇഗ്നോയിൽ ഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എങ്കിലും കേരളത്തിൽ 3 റീജിയണൽ സെന്റർ ഉണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനത്തും അവരുടെ സംസ്ഥാനത്തെ ഓരോ ജില്ലകളുടെയും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജില്ലകളെ വിദ്യാർത്ഥികളെ ക്രോഡീകരിക്കാൻ സെന്റർ ഉണ്ടാവും. ആ റീജിയണൽ സെന്ററിന്റെ കീഴിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ആ സംസ്ഥാനത്ത് ഏത് റീജിയണൽ സെന്റർ ആണോ ഓഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട്. ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എക്സാം സെന്ററിൽ തന്നെ എക്സാം എഴുതണം എന്ന് ഒരു നിർബന്ധമില്ല. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് 3000-ലധികം എക്സാം സെന്റേഴ്സ് ഉണ്ട്. എവിടെ വേണമെങ്കിലും നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും എന്നതും മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാം അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യണം. നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാം കോഡ്, സ്റ്റഡി സെന്റർ, നമ്മുടെ റീജിയൻ ഒക്കെ സെലക്ട് ചെയ്തു. നേരത്തെ സ്റ്റുഡന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ മുൻപോട്ട് പോകാം. ക്വാളിഫിക്കേഷൻ സെക്ടറിലാണ് ഏറ്റവും അധികം ആളുകൾ മിസ്റ്റേക്ക് സാധാരണ ഗതിയിൽ വരുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ക്വാളിഫിക്കേഷൻസ് കറക്റ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് സപ്പോസ് നിങ്ങൾ ഇഗ്നോയിൽ തന്നെ വിദ്യാർത്ഥി ആയിരുന്നു, ഇഗ്നോയിൽ തന്നെ പഠിച്ചതാണെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ പ്രത്യേകിച്ച് നമുക്കൊരു സംഭവം കാണില്ല. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിൽ ഇഗ്നോ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകില്ല. അപ്പോൾ അതിൽ നമ്മൾ അതേഴ്സിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സപ്പോസ് +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്, നമുക്ക് ഇവിടെ കാണുന്നത് പോലെ +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ ക്വാളിഫിക്കേഷനിൽ 10+2 അല്ലെങ്കിൽ ഇക്വലന്റ് സെലക്ട് ചെയ്യുന്നു. മെയിൻ സബ്ജക്റ്റിൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട്, ഇപ്പോൾ സപ്പോസ് ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥിയാണ് ഹ്യൂമാനിറ്റീസ്, സയൻസ് ആണെങ്കിൽ നമുക്ക് ബയോമാക്സ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ അത് കൃത്യമായി മെൻഷൻ ചെയ്യുക. കിട്ടിയിരിക്കുന്ന മാർക്കും പെർസെൻറ്റേജും കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അത് ഉറപ്പുവരുത്തിയതിനു ശേഷം കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ്, ബോർഡ് കോഡ് തുടങ്ങിയതെല്ലാം കൃത്യമായിട്ട് അടിക്കുക. അടുത്ത മേഖലയാണ് നമുക്ക് കോഴ്സുകൾ. നമ്മുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇലക്ടീവ്സ് ആയിട്ടും കമ്പൽസറി പേപ്പേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ. ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 ഇലക്ടീവ്സ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ടീവ്സ് കൃത്യമായി സെലക്ട് ചെയ്യുക. ബാക്കി കമ്പൽസറി പേപ്പേഴ്സ് ആയിരിക്കും. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസിക് ആയിട്ടുള്ള കോഴ്സിനെ പറ്റി ധാരണ ഉണ്ടാകുക. വലിയ ടഫായിട്ടുള്ള പേപ്പേഴ്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം എഴുതിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവുക. എക്സ്പേർട്ട് അഡ്മിഷൻ ഡെസ്കുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വേണം സെലക്ട് ചെയ്യാനെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യം കൂടെ നമ്മൾ പരിഗണിച്ചിട്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ മുൻപോട്ട് പോയി അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പെർമനന്റ് അഡ്രസ്സ് വേണം ഇവിടെ കൊടുക്കാൻ. കാരണം വൺസ് അഡ്രസ്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കും. കാരണം വൺസ് അഡ്മിഷൻ കൺഫേം ആയി അതിനുശേഷം ഒരു അഡ്രസ് ചേഞ്ച് വേണമെങ്കിൽ നമ്മൾ അത് ഇന്റിമേറ്റ് ചെയ്താലും കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഇഗ്നോയുടെ പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ആകുന്നത്. സോ കറന്റ് പ്രസന്റ് ആയിട്ടിരിക്കുന്ന എവിടെയാണോ അഡ്രസ്സ്, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് അത് തീർച്ചയായിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കുക. മൊത്തം 8 പ്രോസസ്സുകളിൽ 7ാമത്തെ പ്രോസസ്സാണ് ഡോക്യുമെന്റ് അപ്ലോഡിംഗ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മിസ്റ്റേക്കുകൾ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 2023 സെഷനിൽ 953 അഡ്മിഷൻ ചെയ്തതിൽ ഏകദേശം 60-70 അഡ്മിഷൻസ് നമുക്ക് അത് കൂടാതെ റെക്ടിഫൈ ചെയ്യാൻ വന്നു. അത് പലപ്പോഴും തനിയെ അഡ്മിഷൻസ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്പൻസി എന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം വരുന്നതുകൊണ്ടാണ്. ഡിസ്ക്രിപ്പൻസി എന്നാൽ നമ്മൾ ചെയ്ത പ്രോസസ്സിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ഒരു അവസരം തരുന്നതിനാണ് ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രിപ്പൻസി പ്രോസസ്സ് വരുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാതിരിക്കുക, യൂണിവേഴ്സിറ്റി ചോദിക്കുന്നത് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് സംശയം തോന്നുകയും ആ സമയത്താണ് യൂണിവേഴ്സിറ്റി നമുക്ക് ഡിസ്ക്രിപ്പൻസി തരികയും ചെയ്തത്. അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പോർട്ട് ടീം ആദ്യം നിങ്ങളുടെ ഓരോ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ പ്രോസസ് ത്രൂ പോകുന്നതിന് മുമ്പ് തന്നെ ക്രോസ് വെരിഫൈ ചെയ്യും. ക്ലാരിറ്റി കുറവുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഇൻ കേസ് സർട്ടിഫിക്കറ്റ് പോരാ എങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണമെങ്കിലും നമ്മുടെ ടീം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അത് എടുക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും തന്നെ
ഓൺലൈൻ ത്രൂ വാട്സപ്പിൽ കൂടെയാണ് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കൺഫർമേഷന് ശേഷവും മുൻപോട്ടുള്ള പ്രോസസ്സും എല്ലാം ഓൺലൈൻ ത്രൂ തന്നെയായിരിക്കും നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. ഈ പ്രോസസ്സും കൂടെ കഴിഞ്ഞ ശേഷം ഫീസ് പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെവലപ്മെന്റ് ഫീസും രജിസ്ട്രേഷൻ ഫീസും മാൻഡേറ്ററി ആയിട്ട് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കേണ്ടതാണ്. 300 രൂപ രജിസ്ട്രേഷൻ ഫീസും മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും അടയ്ക്കണം. അത് എല്ലാ വിദ്യാർത്ഥികളും കോഴ്സ് ഫീസിനോട് കൂടെ അടയ്ക്കേണ്ടതാണ്. സപ്പോസ് MBA പ്രോഗ്രാമിന് 16,000 രൂപയാണ് ഫീസ് എങ്കിൽ ഇത് 500 രൂപ അഡീഷണൽ രൂപ, അപ്പം 16,500 രൂപയായിരിക്കും നിങ്ങൾക്ക് ഫീസായിട്ട് വരുന്നത്. അപ്പം ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോസസ്സ് ആണ് എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധിച്ചെന്ന് വരും. അപ്പോൾ പ്രോസസ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ അസിസ്റ്റൻസ് എടുക്കണമെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിന്, അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അഡ്മിഷൻ എടുത്ത ശേഷം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ, നമുക്ക് ഏകദേശം 30-ലധികം ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് കോഴ്സ് വൈസ്. അതിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ കംപ്ലീറ്റ് അപ്ഡേറ്റും കോഴ്സിനെ സംബന്ധിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ കോമൺ ഡൗട്ടുകൾ ഇതൊക്കെ തന്നെ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ. അപ്പം അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ് and we wish you a very, very amazing year with Alamara as well as with IGNOU in the future.